ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് ഒരു തുണി ഡൈ ചെയ്തെടുക്കലാണ് കേട്ടോ. നേരത്തെ ഈ സെയിം പാക്കറ്റ് വെച്ചിട്ട് ഞാനൊന്ന് ഡൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിച്ച് വെച്ച് തന്നെ ഒരു പാക്കറ്റാണ്. 20 രൂപയായിരുന്നു ഈ ഒരു കളറിൻ്റെ വില എന്ന് പറയുന്നത്. ഈ ഒരു പാൻറ്റ് 4 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഏട്ടന് ഞാൻ വാങ്ങിക്കൊടുത്താണ് കേട്ടോ. എപ്പോഴും വർക്ക്ഷോപ്പിൽ ഇടുന്നതുകൊണ്ട് ചെറിയ രീതിയിൽ അഴുക്കുമൊക്കെ ഉണ്ട്. ഞാൻ നല്ല രീതിയിൽ കഴുകിയിട്ട് ഒന്ന് ഡൈ ചെയ്തെടുക്കുവാണ്. ആദ്യമേ ഞാൻ നല്ല രീതിയിൽ വെള്ളം തിളപ്പിച്ചു, അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു, എന്നിട്ടാണ് ഞാൻ അതിലേക്ക് കളർ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ പൊടി മേടിക്കുമ്പോൾ തന്നെ നല്ല പൊടിയായിട്ടിരിക്കും. ഇത് പൊട്ടിച്ച് വെച്ചതായതുകൊണ്ട് അതിൻ്റെ ആ പൊടിയൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. മുഴുവനായിട്ട് ഞാൻ ഇട്ടിട്ടില്ല, ആ ഒരു പൊടിയുടെ ഒരു അല്പം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് കൈ ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചെറിയൊരു കുഴൽ വെച്ചിട്ടാണ് ഞാൻ ഇളക്കുന്നത് കേട്ടോ. അപ്പോൾ പാൻറ്റ് ഞാൻ നല്ലതുപോലെ ചെളിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. നല്ലപോലെ വെള്ളത്തിലൊന്ന് മുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡിലേക്ക് നമുക്കൊന്ന് മുക്കിയെടുക്കാമേ. ആ ഒരു പാക്കറ്റിനകത്ത് പറയുന്നത് 30 മിനിറ്റ് നമ്മൾ ഇതുപോലെ മുക്കി വെക്കണമെന്നാണ്. ഞാൻ 30 മിനിറ്റ് കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞൊന്ന് വഴക്കില്ലാത്ത സമയത്താണ് ഞാനിത് മുക്കി വെക്കാൻ വേണ്ടി ഇറങ്ങിയത്. അവൾ ഉണർന്നത് കൊണ്ട് പിന്നെ ഞാനിത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കിടന്ന് കൈയിട്ടളിക്കും. അതുകൊണ്ട് അവളെ ഒന്ന് കഴിഞ്ഞിട്ടാണ് ഞാനിതിൻ്റെ ബാക്കി പരിപാടി ചെയ്യുന്നത് കേട്ടോ. അപ്പം നല്ല രീതിയിൽ മുക്കി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ വെച്ച് പോയി കഴിഞ്ഞാൽ ഈ മടക്ക് വീണ ഭാഗത്തെല്ലാം ആ ഒരു കളറ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊക്കി കൊടുക്കുക. അപ്പം 30 മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കെല്ലാം പൊക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അല്ല ഈ ഒരു ബക്കറ്റിനകത്ത് ചുളിഞ്ഞ് ഒക്കെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആ മടക്ക് വരുന്ന ഭാഗത്ത് കളറ് കയറി പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ 30 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ ഉള്ള കളറല്ല ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ആ പാൻറ്റിൻ്റെ കളർ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നേരത്തെ ഇതുപോലെ വേറൊരു പാൻറ്റ് ഞാൻ ഇതേപോലെ മുക്കിയിട്ടുണ്ടായിരുന്നു. ആ പാൻറ്റ് പിന്നെ കീറിയത് കൊണ്ട് അത് ഞാൻ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അത് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അത് നമുക്ക് നല്ല രീതിയിൽ വേറൊരു വെള്ളത്തിൽ ഇതിൻ്റെ ബാക്കി വന്ന കളറൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ഞാൻ എടുക്കാൻ പോയ സമയത്ത് അവളും കൂടെ വന്നു കേട്ടോ. ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഒരു ക്രാഫ്റ്റ് വീഡിയോസും ഒന്നും ചെയ്യാത്തത് ഇപ്പോൾ ഇതാണ് അവസ്ഥ. എന്തെടുത്താലും അവൾക്കും വേണം. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഉണക്കി അന്ന് തന്നെ ഞാൻ ഏട്ടന് കൊടുത്തു കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഏട്ടൻ ഇത് ഏത് പാൻറ്റാടി, ഇത് ഈ പാൻറ്റാണോ, നല്ല കളറുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നതാടി ചെയ്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒറിജിനൽ സൗണ്ടിൽ ഞാൻ വെക്കാത്തത് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര പാത്രം തട്ടുന്നതും ഒക്കെ ആയിട്ട് ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ടാണ് ഒറിജിനൽ ഒരു സൗണ്ട് വെക്കാത്തത് കേട്ടോ. അപ്പോൾ ഏട്ടനത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഏട്ടനിത് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാൻറ്റും കൂടി ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സെയിം കളർ തന്നെ ഞാൻ കൊടുത്തത് കേട്ടോ. കണ്ടോ, സൂപ്പർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.